വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിനെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവുമായി CPM-ലെ ഒരു വിഭാഗം. കൊല്ലം സീറ്റിൽ മത്സരിക്കാൻ താൽപര്യം അറിയിച്ച നിലവിലെ MLA M. മുകേഷ്, ഇരവിപുരത്തെ NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് സ്ഥാനാർത്ഥിയാകും എന്ന് സോഷ്യൽ മീഡിയ പ്രചാരണം. കൊട്ടാരക്കരയിൽ റിയാലിറ്റി ഷോ താരം അഖിൽ മാരാരെ രംഗത്തിറക്കാൻ കോൺഗ്രസ്. കൊല്ലം ജില്ലയിൽ നിയമസഭയിൽ മത്സരിക്കാൻ സെലിബ്രിറ്റികളുടെ കുത്തൊഴുക്കാകുമോ? നോക്കാം. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയാര്? ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പ്രധാന പേരുകളിലൊന്ന് വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാറിൻ്റെതാണ്. കൊല്ലം മണ്ഡലത്തിൽ വി.എസ്. അച്യുതാനന്ദനുണ്ടായിരുന്ന ശക്തി വി.എസിന്റെ മകൻ എന്ന നിലയിൽ തൊഴിലാളികൾക്കിടയിൽ വി.എ. അരുൺകുമാറിന് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകളുടെ എണ്ണം, സെലിബ്രിറ്റികളെ തുടർച്ചയായി വിജയിപ്പിക്കുന്ന മണ്ഡലത്തിന്റെ പാരമ്പര്യം, ഒപ്പം ഈഴ വോട്ടുകളുടെ ഏകീകരണം, ഇക്കാര്യങ്ങളാണ് വി.എ. അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ചിന്തിക്കുന്ന ഘടകങ്ങൾ. പക്ഷേ നിലവിലെ MLA M. മുകേഷും മത്സരസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അല്ല, മത്സരിക്കാൻ ആഗ്രഹത്തിന്റെ അല്ല, ഇതെല്ലാം നമ്മളിൽ എത്തിച്ചേരുന്ന ഉത്തരവാദിത്തങ്ങളാണ്. പാർട്ടി തീരുമാനിക്കും. പാർട്ടി പറയട്ടെ. പാർട്ടി ആ സമയത്ത് എന്ത് തീരുമാനിക്കുന്നു അത് നമ്മൾ ആ തീരുമാനത്തിൽ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കില്ല. അത്ര. മുകേഷിനെ CPM വീണ്ടും പരീക്ഷിക്കാൻ സാധ്യതയില്ല. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ചിന്താ ജെറോം, S. ജയമോഹൻ തുടങ്ങിയവരെയും പാർട്ടി പരിഗണിക്കുന്നു. അതേസമയം കൊട്ടാരക്കരയിൽ നിന്ന് മണ്ഡലം മാറി KN ബാലഗോപാൽ കൊല്ലത്ത് മത്സരിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കൊല്ലത്തിന്റെ സമീപ മണ്ഡലമായ ഇരവിപുരത്തും മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചർച്ച. കൊല്ലം MP NK പ്രേമേന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമേന്ദ്രൻ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയാകുമോ? അതാണ് അവിടെ പ്രധാനമായും ചർച്ചയാകുന്നത്. കാർത്തിക്കാണ് ഇരവിപുരത്തെ സ്ഥാനാർത്ഥിയെന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സമൂഹമാധ്യമ പ്രചാരണങ്ങൾക്കെതിരെ RSPയിലെ യുവനേതാക്കൾ തന്നെ രംഗത്ത് വന്നു. പക്ഷേ അത്തരത്തിൽ പാർട്ടിയിൽ യാതൊരു ചർച്ചകളും നടന്നിട്ടില്ലെന്ന് NK പ്രേമേന്ദ്രൻ. ആരാണ് മത്സരിക്കേണ്ടത്, എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടത്, സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനുള്ള ഘടകങ്ങളൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുൻകാല കീഴ്വഴക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും തീരുമാനിക്കും. റിയാലിറ്റി ഷോ താരമായ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകുമോ? ചോദിക്കുന്നത് ഞാനല്ല, ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ്. കൊട്ടാരക്കര സ്വദേശിയായ അഖിലിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയസാധ്യതയുണ്ടെന്നാണ് ഒരു MP അടക്കമുള്ളവരുടെ കണ്ടെത്തൽ. അതേസമയം കൊട്ടാരക്കര പത്തനാപുരം മേഖലയിലെ യുവനേതാക്കളെ തകർക്കാനാണ് MPയുടെ ഈ നീക്കമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിക്കുന്നു. മുൻ MLAയും CPM നേതാവുമായ ഐഷ പോറ്റി ഇപ്പോൾ CPMുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അവരെ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ഐഷ പോറ്റി സമ്മതം മൂളിയാൽ ഒരു സംശയവും വേണ്ട, അവർ തന്നെ UDFന്റെ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയാകും. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.